അസ്സലാമലൈക്കും, വെൽക്കം ടു ജയൻ ട്രിപ്ലെറ്റ്സ്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അമൃതപ്പൊടി കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ പറ്റുന്ന ഒരു മിക്സറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇതാണ് അംഗനവാടിയിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന അമൃതപ്പൊടി. അപ്പോൾ ഈ അമൃതപ്പൊടി കൊണ്ട് എങ്ങനെ മിക്സർ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നിങ്ങൾക്ക് എത്രയാണ് മിക്സർ ആവശ്യമുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് അമൃതപ്പൊടി എടുക്കുക. ഞാനൊരു കപ്പ് അമൃതപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ അമൃതപ്പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടത് തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണം നമ്മളിത് അതിലേക്ക് ആഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് അതിലേക്ക് ആഡ് ചെയ്യാം. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ആവശ്യത്തിനനുസരിച്ച് തിളച്ച വെള്ളം പാർന്നതിന് ശേഷം കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് കുറച്ച് സോഫ്റ്റ് ആവാൻ കുറച്ച് വെളിച്ചെണ്ണ, എന്നിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നൂലപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് നൂലപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള അച്ച് എടുക്കുക. അപ്പോൾ നമുക്കിനി മിക്സർ വറുത്തെടുക്കാം. ഒരു കടായിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ചൂടായതിന് ശേഷം അതിലേക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് തന്നെ ഇടണം. നല്ലോണം മുരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുറേ ഒന്നും മുരിയണ്ട, കുറച്ച് മുരിഞ്ഞാൽ മതി. ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ. അതുപോലെ ബാക്കിയുള്ളതും കൂടി മിക്സറാക്കി എടുക്കാം. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് ഇനി കോരി വെക്കാം. മാവ് ഇടുമ്പോൾ മാത്രം ഹൈ സ്പീഡിൽ വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഹൈ സ്പീഡ് കുറക്കുക. മിക്സർ ആയതിനു ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില എടുത്ത് വറുത്തെടുക്കുക. അപ്പോൾ അതാ കറിവേപ്പില വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അമൃതപ്പൊടി മിക്സർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണിത്.
വീഡിയോയിൽ കുറേ തെറ്റുകളൊക്കെ ഉണ്ടാകും. ആദ്യമായിട്ടാണ് വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുന്നത്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ തിരുത്താൻ നോക്കാം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.